ഹേയ് വാട്ട്സ്ആപ്പ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗാഡ്ജറ്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഗാഡ്ജറ്റ്സിനെ കുറിച്ചുള്ള റിവ്യൂ അല്ല, ജസ്റ്റ് ഒരു വീഡിയോ. അത് ഞാൻ ടൂറിങ്ങിനായാലും സിറ്റിയിലായാലും ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്. അത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിവൈസ് എല്ലാം തന്നെ ഒരിക്കലും ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് യൂസിനുള്ള കാര്യം, കംപ്ലീറ്റായിട്ട് യൂസബിലിറ്റീനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ഞാനിതിൽ പറഞ്ഞു തരുന്നത്. പിന്നെ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ഗിവ് അവേയും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ആദ്യമായിട്ട് ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഗാഡ്ജറ്റാണ് ഇതൊരു ബ്ലൂടൂത്ത് ഇൻ്റർകോം സിസ്റ്റമാണ്. ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, നിങ്ങൾക്ക് സംസാരിക്കാം. റൈഡിനിടെ തന്നെ നിങ്ങൾക്ക് ഹെൽമെറ്റ് ഊരേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ പറയാം. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് മറ്റാൾക്കാർ പ്രോപ്പറായിട്ട് കേൾക്കാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് മാപ്പ് മൊബൈലിൽ പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്കാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് ഇതിനകത്ത് കൂടെ കേൾക്കാം. പിന്നെ ഇൻ കേസ് ഒരു ഓപ്പൺ ഹൈവേയിൽ നിങ്ങൾ പോവുകയാണ്, നിങ്ങൾക്ക് കുറച്ച് ബോറടിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ പാട്ട് പ്ലേ ചെയ്യാം. പക്ഷേ അതൊരു ഓപ്പൺ ഹൈവേ ആയിരിക്കണം, മറ്റ് ഡേഞ്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളെങ്കിൽ മാത്രമേ അങ്ങനത്തെ പാട്ടും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ പാടുള്ളൂ ഇതിൽ. ഇനി ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർകോം സിസ്റ്റം ഉണ്ട്, BTS2 എന്ന് പറഞ്ഞിട്ട്. ഞാൻ കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം വാങ്ങണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഗിവ് അവേ ചെയ്യുന്ന 2 പ്രോഡക്റ്റ്സിൽ ഒരു ഇൻ്റർകോം ഇതാണ്, ഒരു ഇൻ്റർകോം BTS2 ആണ്. ഇനി രണ്ടാമത് എനിക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ഡിവൈസാണ് ഈ കാണുന്നത്. ഇത് ഒരു ഡിവൈസ് അല്ല, ആക്ച്വലി ഇതൊരു മൊബൈൽ ഹോൾഡറാണ്. ഈ മൊബൈൽ ഹോൾഡറിൻ്റെ ഒരു വലിയൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കോൾസ് വരുന്ന സമയത്തോ നാവിഗേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് മൊബൈൽ വെച്ചിട്ട് പൊതുവേ മൊബൈൽ ഹോൾഡേഴ്സൊക്കെ തന്നെ ഒരു 100 km/h വരെയൊക്കെ പിടിച്ചു നിർത്തുന്നതാണ്. അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ പൊതുവെയുള്ള ഈ മൗണ്ടുകൾക്കൊന്നും തന്നെ ഒരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഒരു പക്ഷേ നിങ്ങളുടെ വിലപിടിപ്പുള്ള ഫോണാണെങ്കിൽ അത് പറന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പം അത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഹോൾഡേഴ്സിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹോൾഡർ എന്ന് പറയുന്ന റാം മൗണ്ടാണ്. ഇത് ബാക്കിയെല്ലാം തന്നെ എക്സ് ഗ്രിപ്പ് മൗണ്ട് എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഒരു റോഡ് ടൈപ്പ് ഹാൻഡിൽ ബാറുള്ള ബൈക്കുകളിലാണ് നമുക്ക് ഈസി ആയിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനത്തെ വണ്ടിയിലാണെങ്കിൽ ജനറലി പറ്റാറില്ല. ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ടാങ്ക് ബാഗിൻ്റെ മുകളിൽ എനിക്കൊരു ട്രാൻസ്പെറൻറ്റ് സ്പേസ് ഉണ്ട്, അതിനകത്ത് തന്നെ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഗാഡ്ജറ്റ് ആക്ച്വലി ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ചാർജർ. ഈ മൊബൈൽ ചാർജർ വളരെ ഗുണമുള്ളൊരു സാധനമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ ബാങ്ക് എപ്പോഴും ക്യാരി ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ പവർ ബാങ്ക് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സാധനം കൂടാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും പവർ ബാങ്ക് ആരും സജസ്റ്റ് ചെയ്യാതെ. പിന്നെ അതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലോഷനുള്ള ഒരു സാധ്യത എപ്പോഴും ഒരു പവർ ബാങ്കിനുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു മൊബൈൽ ചാർജർ യൂസ് ചെയ്യുക. ഇങ്ങനത്തെ വണ്ടിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സോക്കറ്റ് ചാർജർ യൂസ് ചെയ്യാം, ഈ പിക്ചറിൽ കാണുന്ന പോലെ. അതല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു ഡിവൈസിൻ്റെ മുകളിൽ ഇൻബിൽഡായിട്ടൊരു ചാർജർ ഉണ്ടാവും. ഇനി നാലാമത്തെ അവസാനത്തെ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ്. ഇത് ഒരു പ്രഷർ മോണിറ്ററിങ് ഡിവൈസാണ്, ടയർ പ്രഷർ മോണിറ്ററിങ് ഡിവൈസാണ്. ഞാനിത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകുന്ന സമയത്ത് 2-3 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ട്രിപ്പിന് പോകുന്ന സമയത്ത് ടയർ പ്രഷർ ചെക്ക് ചെയ്യേണ്ട സമയത്ത് പല പമ്പുകളിലും കയറും. ആ സമയത്ത് ആ പമ്പുകളിലുള്ള പ്രഷർ മോണിറ്ററിങ് ഡിവൈസ് ഒന്നും കറക്റ്റായിട്ട് ഗേജ് ചെയ്തതായിരിക്കണം എന്നില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപക്ഷേ ടയർ ഓവർ പ്രഷർഡ് ആവും അല്ലെങ്കിൽ അണ്ടർ പ്രഷർ ആയിരിക്കും. നമുക്ക് അവരിപ്പം 33-36 അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതായിരിക്കണം എന്നില്ല. അപ്പം ഇതൊരു സ്റ്റാൻഡേർഡ് ഡിവൈസാണ്. ഇത് കയ്യിൽ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ടയർ പ്രഷർ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കോർണർ ചെയ്യുന്നതിന് മുമ്പുമായിട്ട് ഞാൻ ഇടയ്ക്ക് ഇത് വെച്ചൊന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് എനിക്ക് പരിചയപ്പെടുത്താനുള്ള ഡിവൈസൊക്കെ. ഇനി നമുക്ക് ഗിവ് അവേൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ എക്സാക്ട്ലി ഇതല്ല, വേറെ ഒരു ബ്രാൻഡിൻ്റെ 2 പ്രഷർ മോണിറ്ററിങ് ഡിവൈസ് ഉണ്ട്, 2 മൊബൈൽ ഹോൾഡേഴ്സ് ഉണ്ട്, പിന്നെ 2 ബ്ലൂടൂത്ത് ഇൻ്റർകോം സിസ്റ്റം ഉണ്ട്. ഇതെല്ലാമാണ് ഞാൻ ഗിവ് അവേ ചെയ്യുന്നത്. ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളെൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്ന് പോയി ലൈക്ക് ചെയ്യുക. ഞാൻ ഇതുവരെയും പറയാത്തൊരു കാര്യമാണ്. ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനിയുമായിട്ട് ഗിവ് അവേ കോൺടെസ്റ്റിനൊക്കെ വേണ്ടി ഞാൻ ട്രൈ ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒട്ടും ഫോളോവേഴ്സ് ഇല്ല, അതുകൊണ്ടാണെന്നാണ്. അപ്പം വീണ്ടും കൂടുതൽ ഗിവ് അവേ കാണണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ലൈക്ക് ചെയ്യാം. ഇനി രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ ഒരു കോമൻറ്റ് ഇടാം. ആ കോമൻറ്റിൽ ഒരു കാര്യം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു ഡ്രീം ഡെസ്റ്റിനേഷനെ കുറിച്ച് ഒരു വാചകം, അത്രയും മതി. ഇപ്പം ഈ ഗിവ് അവേ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഈ കമൻ്റ് എഴുതുന്നതിൻ്റെ ക്രിയേറ്റിവിറ്റീനെ കുറിച്ചിട്ടോ ഒന്നുമല്ല.
ഈ കമൻറ്റ് ഞാൻ പിക്ക് ചെയ്യുന്നത് റാൻഡം ആയിട്ടായിരിക്കും. പക്ഷേ ഇതിനകത്തു നിന്നും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു കമൻറ്റിന് ഡെഫിനറ്റായിട്ടും ഒരു പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റീവായിട്ട് എഴുതാം, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ വിടാം. അപ്പോൾ അത്രയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഗിവ് അവേൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 2 ആഴ്ചക്കുള്ളിലായിരിക്കും ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം തന്നെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ വാങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പം ഈ വീഡിയോ ഉപകാരം എന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴും പറയുന്നത് തന്നെ ഷോ some love in the form of likes and comments. See you in the next video. Until then, goodbye.